പന്നപ്പശുവേ. എൻ്റെ എല്ലാ വീഡിയോസ് കാണുന്ന സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാനേ നവംബർ 1 തൊട്ട് കേരള ടു കാശ്മീർ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളതിനെ ഇങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്യണം എന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ സാധിക്കൂല അത്. ഞാൻ ₹2 ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് പെർ കിലോമീറ്റർ ₹2 ചലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ഇതിൽ ലൈവൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കണ സമയത്ത് ഇപ്പോൾ ഇതിലിപ്പോൾ കാണാനിപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പോൾ അത്ര റീച്ചൊക്കെ ആയിട്ടാണ്, കുറച്ച് അത്യാവശ്യം നല്ല ആൾക്കാർ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലായിരുന്നു എന്നുണ്ടെങ്കിൽ ₹2 ചലഞ്ചൊക്കെ ചിലപ്പോൾ വിജയിച്ചേനെ, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും ആ ചലഞ്ചും കാര്യങ്ങളൊന്നും വെച്ചിട്ട് യാത്ര പോക്ക് എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണ അങ്ങാടി വിട്ടിട്ട് പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഡ്രോപ്പ് ചെയ്തു. എൻ്റെ പ്ലാനിന് ചേഞ്ച് വരുത്തി. ഇനി ഞാൻ ഏതായാലും യാത്രയുള്ള പൈസ ഒക്കെ സെറ്റായതിന് ശേഷം മാത്രം യാത്ര പോകാനുള്ള തീരുമാനങ്ങളെടുത്ത് നിൽക്കുകയാണിപ്പോൾ. അപ്പോൾ എന്നോട് കുറേ എൻ്റെ സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള ആൾക്കാർ മാത്രമുള്ള എൻ്റെ വീഡിയോസൊക്കെ കാണുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ അവർക്കുള്ളൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള കോലത്തിൽ എടുക്കുന്നൊരു വീഡിയോ ആണിത്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ ഏതായാലും നവംബർ 1 തീയതി ഞാൻ കേരള ടു കാശ്മീറോ അല്ലെങ്കിൽ ഒരു യാത്രയും പ്ലാൻ ചെയ്യുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പോവും, അത്രേ ഇപ്പോൾ പറയണുള്ളൂ. ഞാൻ ഇനി ഇതേപോലത്തെ ഈ നവംബർ 1 ജനുവരി 1 എന്നുള്ള വീഡിയോസൊന്നും അമ്മാതിരി പരിപാടി ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം ഇത് എടുക്കാൻ കാരണം, ഇന്ന് എൻ്റെ ഇക്കയും ഞാനുമായിട്ട് കുറേ നേരം വാക്ക് തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും, ഞാനെൻ്റെ ഈ വീഡിയോസും എൻ്റെ നവംബർ 1 തീയതി ഞാൻ പോകുന്നുള്ള വീഡിയോസൊക്കെ ഇട്ടതിൻ്റെ ശേഷത്തിൽ അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ചു, നീ എന്താ നിൻ്റെ ഭാവി പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യാത്ര ചെയ്യാനാണ് എൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കുകയാണ്, അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല, വേറെ ഒരു പ്ലാനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതിലിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതിലുണ്ടല്ലോ മറ്റേ ₹2 ചലഞ്ചിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, അതൊക്കെ എൻ്റെ കാക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കരുതിയിട്ടാണ് മൂപ്പര് ചോദിച്ചത് എന്താണ് ഇനി ഭാവി പരിപാടി എന്നുള്ള കാര്യം. അപ്പോൾ മൂപ്പര് വിചാരം ഞാൻ വേറെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അറിയുന്നത് നവംബർ 1 തീയതി യാത്ര പോണില്ല എന്നതിൻ്റെ വീഡിയോസൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.